അപ്പോൾ നമ്മുടെ പറമ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇന്നലെ JCB ഒക്കെ കൊണ്ടുവന്ന് കിളച്ചു, പിന്നെ കുഴിയെടുത്തു, കുമ്മായമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുന്നങ്കായയുടെ വിത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വിത്ത് പോയി അവിടുന്ന് പറിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി കാണാം. അപ്പോൾ നമുക്ക് കുന്നങ്കായ വിത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം. നിങ്ങളിപ്പോഴേ ഈ ഒരുപാട് ദൂരെ പോയിട്ട് ഇത്രയും ഈ കുന്നങ്കായയുടെ വിത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഫാമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു ടാസ്ക്കായിട്ട് ഇത്രയും ഒരു കഷ്ടപ്പെട്ട് ഇത് ചെയ്യാൻ കാരണം എന്താണ്? ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വാഴയുടെ വിത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ ദൂരം. അപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ടാണെന്നല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാനം പറ്റുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുന്നങ്കായയുടെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് അവർ വീനിങ് തുടങ്ങുമ്പോൾ അതുവരെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് മുലപ്പാലാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളതാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് അവർ മറ്റൊരു ഫുഡിലോട്ട് അവരുടെ ഫസ്റ്റ് ഫുഡിലോട്ട് പോകുമ്പോൾ അത് 100% നാച്ചുറലായിട്ട് കൊടുക്കണം എന്നുള്ളത്, അതായത് ഒരു വിധത്തിലുള്ള കെമിക്കൽസും ചേരാത്ത മായം കലരാത്തത് തന്നെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുണ്ട്. വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിന് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കുന്നങ്കായ തന്നെ തപ്പി കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല സ്ഥലത്തുനിന്ന് കിട്ടുമായിരിക്കും. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഫ്യൂരിഡാൻ അടക്കമുള്ള രാസവളങ്ങൾ അടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് എന്ത് സാധനം, പച്ചക്കറി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വാഴക്കൊല ആവട്ടെ, എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം കെമിക്കലാണ്. അപ്പോൾ ആ കെമിക്കൽ വാങ്ങിയിട്ടുള്ള നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, നമ്മൾ വലിയവരായിട്ട് വരെ. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കുക, 6 മാസമായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ആ കെമിക്കലുള്ള ഫുഡ് കൊടുക്കുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുന്നങ്കായയുടെ വിത്ത് എവിടെയാണെങ്കിലും പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ജൈവവളം ഇട്ട് നമ്മളിവിടെ വീട്ടിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ രാസവളം ഒന്നും ചേർക്കത്തില്ല, 100% ജൈവവളം മാത്രം ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇനി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ കെമിക്കൽ ചേർക്കത്തില്ല, കഴുകി ഉണക്കി പൊടിച്ചാണ് എടുക്കുന്നത്. ഒരു കെമിക്കലും കേടുകൂടാണ്ടിരിക്കാനും ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുന്നങ്കായയുടെ വിത്ത് കിട്ടണം. അപ്പോൾ അത് എവിടെ കിട്ടും? അവിടെ പോയി നമ്മൾ കൊണ്ടുവരണം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മുടെ പുതിയ കുന്നങ്കായ തോട്ടത്തിലേക്കുള്ള വിത്ത് ശേഖരണം ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 4-5 വിത്തായിരിക്കും, അതിനുശേഷം അടുത്ത സ്ഥലത്ത് പോകേണ്ടി വരും. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഫാമിലോട്ട് വേണ്ടിയിട്ടുള്ളത് മുഴുവനായിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വിത്ത് പിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.